ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് മീഷോന്ന് എടുത്ത കുറച്ച് ബേബി ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മോൾക്ക് 2 വയസ്സായി. അപ്പോൾ അവൾക്ക് എടുത്ത കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടാലോ നമുക്ക്. ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. നല്ല ഇത് ഹാൻഡ് വർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾക്ക് നല്ല കംഫർട്ടബിളാണ്, നല്ല സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ. മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നന്നായി യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഡ്രസ്സായിരിക്കും കേട്ടോ. അപ്പം അത്രയും നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് വാങ്ങിക്കാം. ഇത് മീഷോയിലെ ഗോൾഡിൽ കിടക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ. ഞാൻ വാങ്ങുമ്പോൾ ഗോൾഡിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഇത് ഗോൾഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ ഡ്രസ്സിന്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഇതിന് ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സിന്. അടുത്തത് കാണിക്കുന്നത് അതേ പാറ്റേണിൽ വരുന്നൊരു റെയിൻബോ കളറുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതും കംഫർട്ടബിൾ ആണ് ആൾക്ക്. പിന്നെ തണുപ്പൊക്കെ ഉള്ളപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതും കുഴപ്പമില്ല, ആൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്. എന്നാലും ഞാൻ ഫസ്റ്റ് കാണിച്ചതിൻ്റെ എനിക്ക് അത്ര ക്വാളിറ്റി ബേസ് കുറവാണ് കേട്ടോ അത്. എന്നാലും കുഴപ്പമില്ല. ഒരു 500-ന് താഴെ കണ്ടിട്ടാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് ബനിയൻ സ്റ്റഫ് പോലത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഒരു ഉടുപ്പ് പോലെയൊക്കെയാണ് കേട്ടോ വരുന്നത്. എന്നാൽ ബനിയനാണ്, നല്ല പോളിസ്റ്റർ തുണിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. ഇതും നല്ല ക്വാളിറ്റി ബേസ് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ, ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ പോകാൻ ചെയ്ത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ വർക്കൊന്നുമില്ല, പ്ലെയിൻ ആണ് കേട്ടോ. വൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം അവിടെ ആ അറ്റത്തേക്ക് നിൽക്ക്. ഹായ് പറഞ്ഞ പിന്നെ ഹായ്. ഹായ്. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ മീഷോന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര സുഖമാണ് കുട്ടിക്ക് ഇടാനായിട്ട്. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ കുട്ടിക്ക് ഈ ഡ്രസ്സ്. ഹായ് പറഞ്ഞേ. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഡ്രസ്സ് 500-ൽ താഴെ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ബേബി, അപ്പം ഞാൻ 500-ന് താഴെ കണ്ടിട്ടാണ് അവൾക്ക് ഇപ്പോഴും ഡ്രസ്സുകൾ എടുക്കുക കേട്ടോ. നമ്മൾ ഹൈ റേറ്റിൻ്റെ ഹൈ ക്വാളിറ്റി ഡ്രസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് കുറച്ച് നാളിടും, പിന്നെ അത് ഇറക്കം കുറയും, പിന്നെ ഇടാൻ പറ്റാണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ അൾമാരിയിൽ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലാണ്ട് യൂസ് ആവില്ല നമുക്ക്. അപ്പോൾ 10 രൂപയുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റണ്ടേ. അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എടുക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്ത് പിന്നെ പാകമില്ലാണ്ടാവുമ്പോൾ നമ്മൾ പരമാവധി യൂസ് ചെയ്തിട്ടാണ് കളയണമല്ലോ എന്നുള്ളൊരു മാനസികമായിട്ടൊരു സമാധാനമെങ്കിലും ഉണ്ടാവേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ 500-ൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഡ്രസ്സുകൾ മാക്സിമം സെലക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ സാധാരണക്കാരാണ്, അത് കാരണം അങ്ങനെയൊക്കെ ചിന്ത വരണേന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ മോള് വാശി പിടിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ബൈ, സീ യു.